നമസ്കാരം. യൂറോ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. 1986 ഡീഗോ മറഡോണയുടെ ദൈവത്തിന്റെ കരങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഗോൾ ഇംഗ്ലണ്ട് മറന്നിട്ടില്ല. 40 വർഷങ്ങൾക്ക് ഇപ്പുറം ഇംഗ്ലണ്ടും അർജന്റീനയും ഏറ്റുമുട്ടുമ്പോൾ ആരുടെ കാലുകളാണ് ദൈവത്തിന്റേതായി മാറുകയെന്ന ചോദ്യമാണ് കാത്തിരിക്കുന്നത്. കളി മൈതാനത്താണ് നടക്കുന്നതെങ്കിലും പോരാട്ടത്തിന്റെ ആവേശം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പോരാട്ടത്തിലേക്കും എത്തിക്കഴിഞ്ഞു. ബ്രിട്ടീഷ് ദ്വീപായ ഫാക്ലാൻഡ്സ് ദ്വീപുകൾക്ക് മേൽ തങ്ങൾക്കാണ് അവകാശമെന്ന് പ്രഖ്യാപിച്ച് അർജന്റീനയുടെ വിദേശകാര്യമന്ത്രി രംഗത്ത് വന്നതാണ് വാഗ്പോര് കളത്തിന് പുറത്തേക്ക് എത്തിച്ചത്. സെമി ഫൈനൽ മത്സരത്തിന് മുൻപായി ഇത്തരമൊരു ലേഖനം എഴുതിയത് കളത്തിലെ വീറും വാശിയും എത്രത്തോളം ഉണ്ടെന്നതിന് തെളിവ് കൂടിയാണ്. 10 ആഴ്ച നീണ്ട യുദ്ധത്തിൽ അർജന്റീനയെ തോൽപ്പിച്ചാണ് ബ്രിട്ടൻ ഫാക്ലാൻഡ്സ് ദ്വീപ് കൈയടക്കിയത്. 649 അർജന്റീനക്കാരും 255 ബ്രിട്ടീഷ് സൈനികരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 4 വർഷം പിന്നിടുമ്പോൾ ഡീഗോ മറഡോണയുടെ കൈകൊണ്ടുള്ള ഗോൾ ഇതിന് പ്രതികാരമാണെന്നായിരുന്നു പാടിപ്പുകഴ്ത്തൽ. 40 വർഷത്തിന് ശേഷം വീണ്ടും ഒരു അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടത്തിന് അരങ്ങൊരുങ്ങുമ്പോൾ അർജന്റീനയുടെ താരങ്ങൾ പാടുന്നത് ഒരു മന്ത്രമാണ്: ഫോർ മാൽവിനാസ്, ഫോർ ഡീഗോ, ഫോർ ലിയോസ് ലാസ്റ്റ് വൺ. ദ്വീപിന് വേണ്ടി, മറഡോണയ്ക്ക് വേണ്ടി, പിന്നെ തങ്ങളുടെ ഇതിഹാസം മെസ്സിക്ക് വേണ്ടി എന്നാണ് ഇംഗ്ലണ്ടിനെ ചൊടിപ്പിക്കുന്ന ആ മന്ത്രത്തിന്റെ അർത്ഥം. ഹോർമുസ് കടലിടുക്കിൽ ഇറാനെതിരായ ഉപരോധം തിരിച്ചെത്തിയതിന് പിന്നാലെ 3ാം ഘട്ട ആക്രമണം പ്രഖ്യാപിച്ച് US. ഹോർമുസ് കടലിടുക്കിൽ ഇടപെടാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇറാന്റെ എല്ലാ ശേഷിയും ഇല്ലാതാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. കൂടാതെ തങ്ങൾ ഇത് മുഴുവൻ നിയന്ത്രിക്കുന്ന സ്ഥിതി വരുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. എന്നാൽ കപ്പൽ ഗതാഗതത്തിന് സുപ്രധാനമായ പാത ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇറാൻ ആവർത്തിച്ചു. അതേസമയം പേർഷ്യൻ ഗൾഫിലൂടെ ചരക്ക് നീക്കം നടത്തുന്ന കപ്പലുകൾക്ക് സുരക്ഷിത യാത്രയൊരുക്കാൻ US-ന് 20% ചുങ്കം നൽകണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആഗോള നിയമങ്ങളുടെ ലംഘനമാകും. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ 2 UAE ടാങ്കറുകൾക്ക് നേരെ ഇറാൻ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തിയതിൽ ഒരു ഇന്ത്യൻ കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ഒമാൻ മേഖലയിലാണ് കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്. 8ഓളം പേർക്ക് പരിക്കേറ്റതായും UAE പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഇതിൽ 6 പേർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കപ്പലുകൾക്ക് നേരെ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UAE പ്രതികരിച്ചു. ഈ ഭീഷണിയെ നേരിടാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ആഗോള മദ്യവിപണിയെ ഞെട്ടിക്കാൻ പ്രവാസി മലയാളിയുടെ മദ്യ ബ്രാൻഡ് മണവാട്ടി. 96.2% ആൽക്കഹോളുമായി കൊച്ചി സ്വദേശിയായ പ്രവാസി സംരംഭകൻ ജോൺ സേവ്യറാണ് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ബ്രാൻഡുമായി എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ മദ്യമെന്നറിയപ്പെടുന്ന പോളിഷ് ബ്രാൻഡ് പോൾമോസ് സ്പിരൈറ്റിസിനെ പിന്നിലാക്കിയാണ് കുട്ടിച്ചാത്തൻ രാജ്യാന്തര വിപണിയിലെത്തുന്നത്. UK ആസ്ഥാനമായ ലണ്ടൻ ബാരൻ ലിമിറ്റഡ് ആണ് ഈ ലഹരിയുടെ നിർമ്മാതാക്കൾ. കൊച്ചി സ്വദേശിയായ ജോൺ സേവ്യർ എന്ന പ്രവാസി മലയാളിയാണ് ഈ വിപ്ലവകരമായ ചുവടുവയ്പ്പിന് പിന്നിൽ. മണവാട്ടി എന്ന പേരിൽ ചാരായത്തെ ലോകവിപണിയിലെത്തിച്ച് ഹിറ്റാക്കിയ വ്യക്തിയാണ് ജോൺ സേവ്യർ. ഒരു സാധാരണ സംരംഭകരിൽ നിന്ന് വൻ ബിസിനസ്സുകാരനായിരിക്കുകയാണ് ജോൺ ഇപ്പോൾ. മണവാട്ടിക്ക് പിന്നാലെ കുട്ടിച്ചാത്തനും വിപണി കീഴടക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. യൂറോ മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.